70 കിലോ ഉള്ള ഈ ഫോട്ടോയിൽ കാണുന്ന ഞാൻ വെറും 2 മാസം കൊണ്ടാണ് 50 കിലോ ആയിട്ട് കുറഞ്ഞത്. ഇതിന് ഞാൻ പ്രത്യേക ഫുഡും ഡയറ്റുകളും ശ്രദ്ധിച്ചിരുന്നു. അതേപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കി, ചില ഭക്ഷണങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. പലരും ഇന്ന് അമിതവണ്ണം കാരണം ബുദ്ധിമുട്ടുന്നവരാണ്. ഈ പൊന്നത്തടി അല്ലെങ്കിൽ അമിതവണ്ണം കാരണം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റാത്ത അവസ്ഥ, അതല്ലെങ്കിൽ ഇത് വേറെ പല ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. തൈറോയിഡ്, PCOD, ഡയബറ്റിസ്, BP, ഫാറ്റി ലിവർ, ഇങ്ങനെ പല ജീവിതശൈലി രോഗങ്ങൾക്കും ഈ അമിതവണ്ണം അല്ലെങ്കിൽ പൊന്നത്തടി എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ്. അപ്പം നമ്മുടെ വെയിറ്റ് ഹെൽത്തി ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മിക്കവാറും അസുഖങ്ങളും അതിൽ തന്നെ കൺട്രോളായി കിട്ടും. ഒട്ടുമിക്ക രോഗങ്ങളും ഫ്യൂച്ചറിൽ വരാതിരിക്കാനും നമ്മുടെ വെയിറ്റ് ലോസ് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പ്രഗ്നൻസി ടൈം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പല സ്ത്രീകളും ഈ 70 കിലോ 80 കിലോയിലുള്ളവർ എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുക, അതിനുശേഷം പറ്റുന്നില്ല എന്ന് ബുദ്ധിമുട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഈ വീഡിയോ, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. അമിതവണ്ണം, ഒബിസിറ്റി ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കാരണം ഒട്ടുമിക്ക ആളുകളും സെഡൻഡറി ലൈഫാണ്, നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ ജോബ് ചെയ്യുന്നവരാണ്. എന്നാൽ പരമാവധി ഈ ഒരു ആളുകൾക്ക് എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എക്സസൈസ് അത്ര അധികം ചെയ്തിട്ടില്ല, വളരെ മിതമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭാരിച്ച എക്സസൈസുകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു, അതേപോലെ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കി വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിച്ചു. ഈ പൊന്നത്തടി അതേപോലെ ഒബിസിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു കോംപ്ലക്സ് ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. കാരണം ആഫ്റ്റർ ഡെലിവറി പല സ്ത്രീകൾക്കും നമുക്ക് കണ്ണാടിയിൽ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ, പഴയ ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റുന്നില്ലല്ലോ, ഏജ്ഡ് ആയോ എന്നുള്ളൊരു കോൺഫിഡൻസ് ലോസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ഞാൻ എൻ്റെ ബേബിക്ക് ഒരു 1.5 years ആയപ്പോൾ, കാരണം ഈ ആഫ്റ്റർ ഡെലിവറി ഞാൻ പറയാൻ കാര്യം, പലരും ഫീഡിങ്ങിൻ്റെ ടൈമിൽ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നോക്കും. അത് അങ്ങനെ ചെയ്യരുത്, കാരണം അത് ബേബിയുടെ ആ ഒരു ഫീഡിങ്ങിനൊക്കെ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ കുട്ടിക്ക് ആ നേരത്തുള്ള ഇമ്മ്യൂണിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മുലപ്പാൽ കൊടുക്കുന്ന ടൈമിൽ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫീഡിംഗ് ഒക്കെ നിർത്തി കഴിയുമ്പോൾ, എന്നിട്ടും ചിലർക്ക് എന്താ പറയുക, ഭക്ഷണം കഴിച്ച ശീലം കൊണ്ടായിരിക്കണം വെയിറ്റ് ലോസ് അത്ര പെട്ടെന്ന് ആവില്ല. പിന്നെ നമ്മളത് ഫ്രീക്വൻ്റ് ആയിട്ട് ഭക്ഷണം കൂടുതൽ കഴിക്കാൻ തന്നെ തുടങ്ങും. അത് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി അത് കഴിഞ്ഞിട്ടാണ് പലർക്കും PCOD, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ചിലർക്ക് ഷുഗർ, ഇനി 30കളിലും 40കളിലും ചില സ്ത്രീകളിലും അതേപോലെ പുരുഷന്മാരിലും BP-യും കണ്ടുവരുന്നതിന് പ്രധാന കാരണം ഈ അമിതവണ്ണം തന്നെയാണ്. അപ്പം അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈം നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി, ചിലർക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാലും ദേഹത്തിൽ പെട്ടെന്ന് പിടിക്കുന്ന പ്രകൃതമായിരിക്കും. അതായത് അവരുടെ മെറ്റബോളിക് റേറ്റ് വളരെയധികം കുറവായിരിക്കും. എന്നാൽ മെറ്റബോളിക് റേറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ എത്ര കഴിച്ചാലും അവർക്ക് ദേഹത്തിൽ ഒട്ടിപ്പിടിക്കുകയില്ല. നമ്മൾ തന്നെ ചിലരെ നോക്കാറുണ്ട്, എത്ര കഴിച്ചാലും അവർ മെലിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, അവരുടെ ദേഹത്ത് അത് കാണില്ല. എന്നാൽ പച്ചവെള്ളം കുടിച്ചാൽ പോലും തടിക്കുന്ന പ്രകൃതമുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കാലറി കണ്ടൻറ്റ് വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ അരിഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കേരളീയരുടെ വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. എന്തായാലും 3 നേരത്തിൽ അരിഭക്ഷണം ഉണ്ടാവും. രാവിലെ ആണെങ്കിൽ ഇഡ്ഡലി, ദോശ, അല്ലെങ്കിൽ പുട്ട്, കടലക്കറി, അപ്പം, മുട്ടക്കറി. ഇനി ഉച്ചയ്ക്കാണെങ്കിൽ ചോറ്, അതും നല്ല മട്ടേരി ചോറായിരിക്കും. രാത്രിയാണെങ്കിൽ എഗെയിൻ ഒന്നെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ ചോറ്. അപ്പം 3 നേരം അരിഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊഴുപ്പ്, നോൺ വെജ് ഇതൊക്കെ കഴിക്കുന്നതിനേക്കാൾ അപകടകാരിയാണ് ഈ ഒരു അരിഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ ഒരു നേരത്തേക്ക് മാത്രമാക്കിയിട്ട് വെട്ടിച്ചുരുക്കി. ഈ ഒരു നേരം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് എന്നും കഴിച്ച് ശീലിച്ചത് കൊണ്ട് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഞാൻ അരിഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചു. അതും അതിൻ്റെ കണ്ടൻറ്റ് മാക്സിമം കുറച്ചു. അതായത് ഒരു ചെറിയ കപ്പ് 250 ഗ്രാം ആ ഒരു ലെവലിൽ ചെറിയൊരു കപ്പ് മാത്രമാണ്, ഒരു ചെറിയ ബൗൾ റൈസ് മാത്രമാണ് എടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഈ മീൻ, മുട്ട, അതേപോലെ ഇപ്പോൾ ബീഫോ മട്ടൺ അതൊക്കെ ഞാൻ അത്യാവശ്യം എടുക്കുമായിരുന്നു. പിന്നെ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കണമല്ലോ. എസ്പെഷ്യലി പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫൈബർ എന്തായാലും അതിൽ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ നാരടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ, പഴങ്ങൾ, അല്ലെങ്കിൽ ചീര, പൈനാപ്പിൾ ഇതൊക്കെ റെഗുലറായിട്ട് ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. ഭക്ഷണത്തിൽ omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള മീനുകൾ, ചെറുമത്സ്യങ്ങൾ അധികമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്, ആഫ്റ്റർ ഡെലിവറി
ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ലോണം കാലറി ഇൻടേക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് കുറയ്ക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം നമ്മുടെ കുടലും ശരി ആമാശയവും നമ്മൾ ഈ കഴിച്ച ആ ഒരു ഇതിനോട് അഡാപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മുടെ കണ്ടന്റ് കുറയ്ക്കുമ്പോൾ വിശപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എൻ്റെ വയറ് ഒരു പകുതിയോളം ഞാൻ വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യും. നന്നായി വെള്ളം കുടിക്കും. എന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലിംഗ് ആയിട്ട് തോന്നിക്കും. പിന്നെ എഗെയിൻ വിശക്കുന്ന സമയത്ത് ഞാൻ സ്നാക്സ്, ഫ്രൈഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ കഴിച്ചിരുന്ന ശീലമുണ്ട്. അതൊക്കെ പരമാവധി ഒഴിവാക്കി ജ്യൂസ് ആയിട്ട് കഴിക്കുന്നത് ഒഴിവാക്കി. കാരണം ഈ ജ്യൂസ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉണ്ട്. സോ ഇത് ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റാണ്. പെട്ടെന്ന് നമുക്ക് സ്വീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എളുപ്പത്തിന് വേണ്ടി വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആവുന്നതാണ് ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്നത്. ഇത് ഫാറ്റി ലിവർ പോലുള്ള അപകടകാരിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മെയിൻ കാരണക്കാരനാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ പാക്കഡ് ടിൻഡ് ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ ഒഴിവാക്കി ജ്യൂസായിട്ട് അടിച്ചു കുടിക്കുന്നത് തന്നെ ഒഴിവാക്കിയിട്ട് പഴങ്ങൾ അതേപടി കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചു. പേരയ്ക്ക, അതേപോലെ ഓറഞ്ച്, നേന്ത്രപ്പഴം ഒക്കെ തന്നെ കഴിച്ചു. പക്ഷേ ആ ഫ്രൂട്ട്സ് അതേ രീതിക്കാണ് കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചത്. അത് ജ്യൂസ് ആക്കിയിട്ട് ഒഴിവാക്കി. ആപ്പിള് അതൊക്കെ ഒഴിവാക്കിയിട്ടോ. ഹൈ കാലറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഞാൻ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കുക്കുംബർ അത് ഓൾമോസ്റ്റ് 0 കാലറി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ വെള്ളരിക്ക അല്ലെങ്കിൽ കക്കിരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത് അധികം ഇൻക്ലൂഡ് ചെയ്തു. കാരണം അത് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചിരിക്കും. മാത്രമല്ല അത് എപ്പോഴും ഫില്ലിംഗ് ആയിരിക്കും. അത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫില്ലിംഗ് ആവും, ജലാംശം കൂടുതലായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള സാലഡുകൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുമായിരുന്നു ഞാൻ. അതായത് വെള്ളരിക്കയും അതിൽ കുറച്ച് തൈര് ആഡ് ചെയ്തിട്ട്, പിന്നെ പ്രോട്ടീനിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വെളുത്ത കടല, അത് വളരെയധികം ചെന്നാക്കടല എന്ന് പറയുന്നത് വളരെയധികം പ്രോട്ടീൻ അധികം നിറഞ്ഞതാണ്. അപ്പോൾ അതും ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇടയ്ക്ക് വിശക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു സാലഡ് കഴിക്കും. പിന്നെ ഡെലിവറി കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഭാരിച്ച എക്സസൈസുകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ മിതമായിട്ട് ഞാൻ കിടന്നുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വർക്കൗട്ട്സ്, അതായത് അബ്ഡോമൻ, നമ്മൾ എന്ത് തന്നെ തടി ഫുള്ള് കുറഞ്ഞാലും ചിലപ്പോൾ വയറ് ചിലർക്ക് ചാടി തന്നെ ഇരിക്കും. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി വയറ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചില എക്സസൈസുകൾ, ഇപ്പോൾ കിടന്നുകൊണ്ട് തന്നെ ഒരു കാല് മാത്രം സ്ട്രെയിറ്റ് ലെഗ് റൈസ് ചെയ്യുക, ഒരു 45 ഡിഗ്രി റൈസ് ചെയ്യുക, അങ്ങനെ ഒരു 5 കൗണ്ടിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഒരു എക്സസൈസും ചെയ്യാത്തവർ പെട്ടെന്ന് പോയി ഒരു ദിവസം ഓടുക, വാക്കിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഭാരിച്ച എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് മസിൽ ക്രാംസ്, പിന്നെ ഒറ്റ ദിവസമേ കാണുള്ളൂ. പിന്നീട് നമുക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര സ്ലോ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു 5 കൗണ്ട് ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2-3 പ്രാവശ്യം, രാവിലെ ഒരു പ്രാവശ്യം, വൈകിട്ട് ഒരു പ്രാവശ്യം, അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അത് ഒരു ദിവസം 4-5 തവണയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതായത് ഈ സ്ട്രെയിറ്റ് ലെഗ് റൈസ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ കാല് കിടന്നുകൊണ്ട് മുട്ടിനോട് അടുപ്പിച്ച്, വയറ് മുട്ടിനോട് അടുപ്പിച്ചിട്ട് കാല് മടക്കിക്കൊണ്ട്, ഇതൊക്കെ ആപ്സിനുള്ള എക്സസൈസ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്തതായിരുന്നു. അത് നല്ല റിസൾട്ടും കിട്ടി. കാരണം അബ്ഡോമിനൽ ഫാറ്റ് കുറയ്ക്കാനായിട്ട് അത് വളരെയധികം സഹായിച്ചു. ഭക്ഷണത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയത് ഈ അരിഭക്ഷണം തന്നെ പരമാവധി, അത് ഞാൻ പറഞ്ഞല്ലോ 1 കപ്പ് എന്ന് പറഞ്ഞിട്ട്, അതിൽ തന്നെ ചെറുധാന്യങ്ങൾ അധികം അടങ്ങിയിട്ടില്ല. ഈ ചെറുധാന്യങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ അത് ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. മാത്രമല്ല അതിൽ അന്നജം മാത്രമല്ല, അധികം മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുധാന്യങ്ങളായിട്ടുള്ള, അതായത് ഇപ്പോൾ റാഗി, പിന്നെ കമ്പ്, വിറക് എന്നൊക്കെ പറയുന്ന പോലെ ചെറുധാന്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മില്ലറ്റ്സ് വളരെയധികം ഇഫക്റ്റീവാണ്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മില്ലറ്റ്സിൻ്റെ കഞ്ഞി, മില്ലറ്റ് റൈസ്, നമ്മൾ റെഡ് റൈസ് അവൈലബിൾ ആണ്, ബ്ലാക്ക് റൈസ്, കറുപ്പ് കവനി എന്നൊക്കെ പറയുന്ന പോലെ ബ്ലാക്ക് റൈസ് അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെ റെഗുലറായിട്ട് എടുത്തിരുന്നു. പിന്നെ മുട്ട ഹൈലി പ്രോട്ടീനേഷ്യസ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ രണ്ടുപേരും മുട്ട എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇപ്പോൾ വെയിറ്റ് ലോസിന് നമുക്ക് മുട്ട ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ ദിവസവും ഞാൻ ഒരു മുട്ട റെഗുലറായിട്ട് തന്നെ എടുത്തിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുക. കാരണം നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എനർജി ലോ ആവാൻ സാധ്യതയുണ്ട്, നമ്മൾ വീക്കായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പരമാവധി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് അത് ഞാൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് ജലാംശം എപ്പോഴും നിലനിർത്തത്തക്ക രീതിയിലാണ് വെച്ചിരുന്നത്. വെറും 2 മാസം കൊണ്ട് ആണ് ഞാൻ ഈ ഒരു 20 കിലോ കുറച്ച് കൊണ്ടുവന്നത്. അത് 50 ആയിരുന്നു. ഇപ്പം എൻ്റെ കറൻ്റ്ലി ഉള്ള വെയിറ്റ് എന്ന് പറയുന്നത് 47 kg ആണ്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ BMI, ബോഡി മാസ് ഇൻഡെക്സ് മസ്റ്റായിട്ട് നമ്മൾ വന്നിട്ട് നോക്കണം. കാരണം ഇപ്പോൾ ഒരു 152 അല്ലെങ്കിൽ 162 സെൻറ്റിമീറ്റർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 62 to 65, അതിൽ കൂടാനായിട്ട് പാടില്ല. അപ്പം 152 എൻ്റെ ഹൈറ്റ്. അപ്പോൾ എൻ്റെ BMI എന്ന് പറയുന്നത് ഒരു 50 കിലോ 52 വരെ വരാം. എന്നാൽ സ്റ്റിൽ ഞാനിപ്പോൾ നോർമൽ ഹെൽത്തി BMIയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. 47 കിലോ.
അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യം, ഒട്ടുമിക്ക ആളുകളും വെയിറ്റ് ലോസ് ചെയ്യണം. ഇപ്പോൾ ജനുവരി 2026 തുടങ്ങിക്കഴിഞ്ഞപ്പോൾ റെസൊല്യൂഷൻ ആയിട്ട് തന്നെ ചിലർ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. 1-2 ദിവസം ട്രൈ ചെയ്യും, പിന്നെ അതങ്ങനെ വിടും. അല്ലെങ്കിൽ ഇനി ഒരുപാട് ഭാരിച്ച എക്സസൈസ് ഒക്കെ ചെയ്യണമല്ലോ, അതൊക്കെ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടും പറ്റും. അതിന് ചില പ്രത്യേക ഡയറ്റ് ഷെഡ്യൂൾസ് നമ്മൾ ഓരോരുത്തർക്കും അനുസരിച്ചാണ് അത് നമ്മൾ ഓൾട്ടർ ചെയ്യുക. കാരണം ഡയറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഞാൻ എൻ്റെ പേഷ്യൻസിനാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഭക്ഷണം എന്നുള്ള രീതിയിലാണ്. ചിലർക്ക് അസിഡിറ്റി പ്രശ്നമുള്ളവരുണ്ടാകും. അപ്പോൾ അവർക്ക് നമ്മൾ ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഓറഞ്ചുകൾ അധികം ഉൾപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ കടല, പയറുവർഗ്ഗങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് വേറെ പ്രോട്ടീൻ വെച്ച് ബാലൻസ് ചെയ്യണം. അതേപോലെ പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ വരുന്നവരുണ്ടാവും, ലാക്ടോസ് ഇൻടോളറൻസ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമ്മൾ ഈ മിൽക്ക് ഷേക്കും കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം. പാലിന് പകരം നമ്മൾ സോയാ മിൽക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയാറുണ്ട്. ഇപ്പോൾ പനീർ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന് പകരം വേറെ പ്രോട്ടീൻ സോഴ്സ്. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട്, എല്ലാവർക്കും ഒരേ ടൈപ്പ് നമുക്ക് പറ്റില്ല. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് എന്താണോ അവരുടെ ദേഹപ്രകൃതം അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഡയറ്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നെ പോലെ നിങ്ങൾക്കും നല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.